ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് വിഷമത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ അതിനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളുടെ അടുത്ത് ഒരു ഗ്യാപ്പൊക്കെ ഇടുന്ന സമയത്ത് വല്ലാത്തൊരു ഡിസ്റ്റൻസൊക്കെ അവർ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം വരാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പലർക്കും അറിയുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം ഇതിനുള്ള ഒരു മാർഗമായിട്ട് എന്നുള്ളത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും കുറേ പേർക്ക് അറിയാത്തതുണ്ട്. അതായത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആക്കാൻ പറ്റും, അവർ ഓക്കെ ആകുമോ, ആ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത കുറേ പേരുണ്ട്. സോ അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ പാർട്ട്ണർ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തോളും. അതായത് അവരായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഇടുന്ന ആ ഒരു ഡിസ്റ്റൻസ് മാറ്റിക്കോളും എന്നുള്ളതാണ്, ഓക്കെ ആയിട്ട് വരും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനു വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് നോക്കാം, അവരങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട്, ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മളിത് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഓവറായിട്ട് അവൈലബിൾ ആകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവരുടെ അടുത്ത്. അതായത് ഇപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഒരാൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഭയങ്കരമായിട്ട് ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും ആ റിലേഷൻഷിപ്പിലെ ഒരാളെന്ന് പറയുന്നത്. മറ്റേ ആൾ ആവറേജ്, അതായത് എല്ലാം ലിമിറ്റ് ചെയ്ത് പോകുന്ന ഒരാളായിരിക്കും. ഭയങ്കരമായിട്ട് ഓവറായിട്ട് സ്നേഹം കൊടുക്കില്ല, ഓവറായിട്ട് കെയർ കൊടുക്കില്ല, സ്നേഹം ഓവറായിട്ട് പ്രകടിപ്പിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരാളായിരിക്കും മറ്റേ ആൾ. അതായത് ഒരാൾ സ്നേഹം ഒരുപാട് കൊടുക്കുന്ന, എന്നാൽ മറ്റേ ആൾ എല്ലാം ഒരു ലിമിറ്റിൽ കൊടുക്കുന്ന, വലിയ രീതിയിലൊന്നും അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഒരാളായിരിക്കും. അതെല്ലാ റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണ്. ചിലതുണ്ട്, വളരെ റെയറായിട്ടുള്ളതുണ്ട്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ സ്നേഹിച്ച് പോകുന്നവരുണ്ട്. എങ്കിലും നമ്മൾ കാണുന്ന ഒട്ടുമിക്ക റിലേഷൻഷിപ്പും ഞാൻ പറഞ്ഞ ഒരാൾ കൂടുതലും മറ്റാൾ കുറവും അങ്ങനെയാണ്. അപ്പം ഇതിൽ ഈ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് അവൈലബിൾ ആവും. അതായത് ഏതൊരു കാര്യത്തിനും ആൾ വിളിപ്പുറത്തുണ്ടാവും എന്ന് പറയില്ലേ, അങ്ങനെ ആയിരിക്കും. എല്ലാത്തിനും ഓക്കെയാണ്, അതിനെന്താ ഞാൻ വരാലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാലോ, ഞാനുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ആൾ പറയണ്ടാവുക. ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇപ്പം എത്തി, ആ ഒരു രീതി ആയിരിക്കും. ഇത് ഇപ്പം എത്തും എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ആയിരിക്കും. വിളിച്ചു കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെക്കും, എന്നിട്ട് ഇവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളെ അവർ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ സ്നേഹിക്കുമല്ലോ എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതാണല്ലോ അവർ നമ്മുടെ അടുത്ത് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഓവറായിട്ട് നിങ്ങൾ സ്നേഹം വാരിക്കോരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓവറായിട്ട് അവൈലബിൾ ആവേണ്ട ആവശ്യവുമില്ല. നമുക്ക് വേറെ ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ അവൈലബിൾ ആവുന്നത് എന്നൊക്കെയാണ് അവർ വിചാരിക്കുക. മാത്രമല്ല, അവരെന്തൊക്കെയോ വലിയ സംഭവമാണ്, നമ്മൾ അവരുടെ പുറകെയാണ് പോകുന്നത്, അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അവർ തെറ്റിദ്ധരിക്കും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാല്യൂ ഇങ്ങനെ താന്ന് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് വാല്യൂ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പം അതല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓവറായിട്ട് അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർ ഇന്റൻഷനലി ആണ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരുടെ പുറകെ ബെഗ് ചെയ്ത് പോവാതിരിക്കുക എന്നുള്ളതാണ്. അതായത് അവർ വേണമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഡിസ്റ്റൻസ് ഇടുന്നത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ്സ് പറഞ്ഞ് പോവാതിരിക്കുക. എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇടുന്നത്, എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ കംപ്ലൈൻറ്റ്സ് പറയാതിരിക്കാം. അതങ്ങോട്ട് വിട്ടേക്കുക. അതായത് അവർ വേണമെന്ന് ചോദിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചും അതേ രീതിയിൽ ബിഹേവ് ചെയ്യുക. അതായത് നിങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല, എങ്ങനെയാ വെച്ചാൽ ആ രീതിയിൽ പോട്ടെ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ബിഹേവ് ചെയ്യുക. നിങ്ങളും പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒക്കെ പറയുമ്പോൾ അവർ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ്സ് പറയുമ്പോഴും അവർ മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അവർക്കതൊരു രസമായിരിക്കും. അവരത് ആ ഒരു അതായത് കോമഡി ആയിട്ടോ അല്ലെങ്കിൽ വലിയ വാല്യൂ ഒന്നും കൊടുക്കാത്ത രീതിയിലാണ് നിങ്ങൾ പറയുന്നതിനൊക്കെ എടുക്കുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളായിട്ട് അങ്ങോട്ട് കംപ്ലൈൻറ്റ്സ് ഒന്നും ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയാൻ പോണ്ട. അവരങ്ങനെ ഡിസ്റ്റൻസ് ഇടുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം, പ്രകടിപ്പിക്കുന്ന സ്നേഹമൊക്കെ ഒന്ന് കുറയ്ക്കുക. അതേപോലെ
അവരിങ്ങോട്ട് എങ്ങനെയാണോ കാണിക്കുന്നത് അതേ രീതിയിൽ തിരിച്ച് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങോട്ട് ചെറിയ രീതിയിൽ സംസാരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ആ ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു മാറ്റം അവരെ ചിലപ്പോൾ ഒന്ന് പിടിച്ചു കുലുക്കും. അതായത് അവര് ചിലപ്പോൾ വിചാരിക്കുക നിങ്ങളെ അവരുടെ പുറകെ ഒന്ന് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ആയിരിക്കും. നിങ്ങളിങ്ങനെ ആകുമ്പോൾ അവർക്കൊരു ഞെട്ടലുണ്ടാവും. അയ്യോ ഇതെന്ത് ഇങ്ങനെ ആയത്, ഞാൻ ചെയ്തൊന്നും വർക്കൗട്ട് ആയില്ലേ എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കും. അപ്പം അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരിക നിങ്ങൾ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ, നമ്മൾക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ട്, നമുക്ക് നമ്മുടെ ലൈഫും കരിയറും ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളതൊക്കെ മറ്റവർ വിചാരിക്കുന്നുണ്ടാവും. അതായത് മറ്റുള്ള ആളുകൾ, ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു പേഴ്സൺ ഉണ്ടല്ലോ, അവർക്കൊക്കെ നമ്മളടുത്ത് വാല്യൂ കുറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള ചിന്തയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾക്കും ഒരു ലൈഫ് ഉണ്ട്, അവരുടെ പുറകെ അല്ലാതെ നമുക്ക് പോവാൻ മറ്റു പല കാര്യങ്ങളും ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കരിയർ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഫീൽ ചെയ്യും ഒരു പ്രയോറിറ്റി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അതായത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ലൈഫിൽ ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവരൊറ്റയ്ക്കായി പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് എവിടെയും ഒരു പ്രയോറിറ്റി കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് വാല്യൂ കൊടുക്കാൻ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാൻ ഒരാളില്ല, ഇങ്ങനെയൊക്കെ അവർ തോന്നുന്നുള്ളതാണ്. സോ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഓഫ്കോഴ്സ് അവരായിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും. അവരെ ചിന്തിക്കും എന്താണ് ഇങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ ആള് കുറേയൊക്കെ മാറിയിട്ടുണ്ട്, അപ്പോൾ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾ കൈവിട്ടു പോകും എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരും. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൂടുതൽ അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവരിങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻസ് ഒന്നും നിങ്ങളായിട്ട് പറയാൻ പോകാതിരിക്കുക. അവരിങ്ങോട്ട് എങ്ങനെയാണോ കാണിക്കുന്നത് അതേ രീതിയിൽ അവരോട് തിരിച്ച് ബിഹേവ് ചെയ്യുക. അവരുടെ അടുത്ത് പുറകെ ബിഗ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കരിയറും അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ ഒരു മാറ്റം കാണിച്ച് അവരെ ഞെട്ടിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും. പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം എങ്ങനെ കാണുക, അവർക്കും ദേഷ്യം കൂടുതൽ ചെയ്യാന്നുള്ളത്. ഒരിക്കലും അല്ല, ഇത് ചെയ്ത് നോക്കിയവർക്കേ മാറ്റം അറിയുള്ളൂ. നമുക്ക് ഒത്തിരി ക്ലയൻസ് നമ്മളടുത്ത് പറയാറുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആളുകളൊക്കെ വളരെ അത്ഭുതത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ഇത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല, ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ നടക്കുമെന്നുള്ളത് വിചാരിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അത്രയും കൃത്യമായിട്ട് ചെയ്തത് കൊണ്ടാണ്. സോ നിങ്ങളും ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അത് എന്ത് പ്രശ്നം ആയിക്കോട്ടെ, മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്, അവർ തമ്മിൽ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ബിഫോർ മാരേജ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്കിടയിൽ പ്രശ്നമാണ്, ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. അപ്പോൾ കോൺടാക്ട് ചെയ്യുക, എന്താണ് പ്രോബ്ലം എന്ന് പറയുക, റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. സോ വീഡിയോ ഞാനോട് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ അധികം വൈകാതെ തന്നെ കാണാം. താങ്ക്